ഹദീസുകളും പറഞ്ഞു. എന്നിട്ടും പിന്നെ എങ്ങനെ ഇത് നല്ല ബിദ്അത്തായി? എന്നാ പിന്നെ സുന്നത്തല്ല വേണ്ടത്, പിന്നെ ബിദ്അത്താവോ? ആയത്തുള്ളൊരു കാര്യം ബിദ്അത്തായി മാറും. ബഹുറുസ്കരിക്കാൻ ആയത്തൊക്കെ ഉണ്ട്, ഹദീസൊക്കെ ഉണ്ട്, പക്ഷേ ആ നിസ്കാരം ബിദ്അത്താണ് എന്നൊരുത്തം പറയോ? ഇല്ലല്ലോ. നിങ്ങൾ പറയുമായിരിക്കും, മുസ്ലിമീങ്ങളാരും പറയില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ ആയത്തും ഈ ഹദീസും ഒക്കെ പറഞ്ഞിട്ട് അല്ല, നിങ്ങൾ മുസ്ലിം അല്ല കേട്ടോ, സോറി, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഈ ആയത്തും ഈ ഹദീസും ഈ സ്വഹാബത്തിന്റെ വജബ ശുക്റും ഇതെല്ലാം ഉണ്ടായിട്ടും പിന്നെയും എന്തിനാങ്ങൾ നല്ല വിധത്ത് കൊണ്ടുപോകുന്നത്? അപ്പോഴേ മനസ്സിലാക്കാലോ ഈ തെളിവൊന്നും അതിന് തെളിവല്ല. ഏതായിരുന്നാലും ഇവിടെ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള സംസാരമായിരുന്നു. ആ രണ്ട് സഹോദരന്മാർക്കും നിങ്ങളുടെ അവതരണത്തിൽ നിന്ന് തന്നെ ഏകദേശം കാര്യം ബോധ്യമായി. സുന്നത്തെന്ന് പറയാതാലും പറ്റൂല. ഇനി പറയുകയാണെങ്കിൽ തന്നെ അതിന്റെ കൂടെ സുന്നത്തുൻ ബിദ്അത്തായ സുന്നത്ത് അല്ലെങ്കിൽ സുന്നത്തായ ബിദ്അത്ത് എന്ന് കൂട്ടിയിട്ടേ പറയാൻ പറ്റൂ എന്നാണ് ഇപ്പൊ നിങ്ങൾ അവതരണത്തിൽ നിന്ന് തന്നെ മനസ്സിലായത്. എന്തിനാണ് മുസ്ലിയാരെ ഇങ്ങനെ ബിദ്അത്തായ തെളിവില്ലാത്ത പിൽക്കാലത്തുണ്ടായ ഒരു ആചാരത്തിന് ആയത്ത് ദുർവ്യാഖ്യാനിച്ച് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് സ്വഹാബത്തിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമാണ് സ്നേഹബുദ്ധ്യ നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. ഇത് ഒഴിവാക്കിയിട്ട് ശരിയായ സുന്നത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. സ്വന്തം ജീവൻ തന്നെയും ആ ഹബീബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ട്. സ്വത്ത് മുഴുവനും ആ ഹബീബിന്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. ആ സ്വഹാബ കിറാം അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും ആ സ്വഹാബത്ത് റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ പ്രത്യേകിച്ച് വല്ല ആചാരങ്ങളോ വല്ല ആഘോഷങ്ങളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്വഹാബത്തിന്റെ മാതൃക മതി എന്ന് തീരുമാനിക്കാൻ എന്താ പ്രയാസമുള്ളത്? ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞ ഒരു വാചകം മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്ന ഇമാം മാലിക് റഹിമഹുല്ലയുടെ ആ വാചകമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ യറാഹ ഹസന എന്ന് അഭിപ്രായപ്പെടുന്നു, അത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്ന് അഭിപ്രായപ്പെടുന്നുവെങ്കിൽ ഫഖദ് സഅമ, നിശ്ചയമായും അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവാചകത്വത്തിൽ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവന്റെ വാദം. കാരണം അല്ലാഹു യഖൂലു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹു തആല പറയുന്നു ദീന് പൂർത്തിയാക്കി എന്ന്. ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനു അൽയൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുക ഇല്ല എന്ന ഇമാം മാലിക്കിന്റെ വാചകം അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇബ്നു മസ്ഊദും പറഞ്ഞുവല്ലോ, കുല്ലു ബിദ്അത്തിൻ ദലാല വഇൻ റആഹ അന്നാസു ഹസന, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അതിനെ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി അത് മോശമായത് തന്നെയാണ്, ബിദ്അത്ത് തന്നെയാണ്, ദലാലത്ത് തന്നെയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചുവെങ്കിൽ ഭാഷാപരമായി പിൽക്കാലത്ത് പലരും അതിനെ വിഭജിച്ചിട്ടുണ്ട്. അതല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. അവിടെയാണ് ഇമാം ഷാഫിയുടെ മദ്ഹൂമും മംദൂഹും ഒക്കെ വന്നത്. അവിടെ ലുഗവിയായ ഭാഷാപരമായ ചർച്ചകൾ എമ്പാടുമുണ്ട്. ഈ സംവാദം പോലും വേണമെങ്കിൽ ആ അർത്ഥത്തിൽ ബിദ്അത്താണെന്ന് പറയാൻ തർക്കമൊന്നുമില്ല ഭാഷാപരമായി. കാരണം ഇന്നലെ വരെ കിട്ടാത്ത ഇന്ന് കിട്ടിയല്ലോ, ഇപ്പൊ പുതിയതാണല്ലോ, അത് വേണമെങ്കിൽ പറയാം, അതൊരു ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ്, സംശയമില്ല, ഒരു നല്ല ബിദ്അത്താണ്. കാരണം ആ ബിദ്അത്ത് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇത് ബിദ്അത്താണ് തെളിഞ്ഞത്. അപ്പൊ അതിൽ നമുക്ക് തർക്കമില്ല. ആ നിലക്കാണ് നിങ്ങൾ സംഘടനയെ കാണുന്നത്, ഒരു പ്രശ്നവുമില്ല. ഇനി ബിദ്അത്ത് ഞങ്ങൾ പറഞ്ഞ മാനദണ്ഡ പ്രകാരം സംഘടനകൾ കാണുന്നുവെങ്കിലോ ആ സംഘടന ബിദ്അത്ത് തന്നെയാണ്, സംശയമില്ല. ഒരാൾ പറയും ഈ സംഘടനയിൽ 2 സെക്രട്ടറിമാര് 4 പ്രസിഡന്റുമാര് അങ്ങനെ ഉണ്ടാവൽ സുന്നത്താണ് എന്ന് വാദിച്ചാലോ ആ സംഘടന ബിദ്അത്തായി, ഒരു സംശയമില്ല, തർക്കമില്ല ഞങ്ങൾക്കതില്. അത് തസ്ബീത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, അത് ഏത് വിഷയം അങ്ങനെ തന്നെയാണ്, നഹ്വ് പഠിക്കലാവട്ടെ അല്ലാത്തതാവട്ടെ, അതെല്ലാം ശർഈയായ വകുപ്പിലേക്ക് വരുന്നുവെങ്കിൽ, ഈ സുന്നത്തിന്റെ ഇബാദത്തിന്റെ വകുപ്പിലേക്ക് വരുന്നുവെങ്കിൽ അതും ബിദ്അത്ത് മോശമായി മാറും. അല്ലാതെ അതൊരിക്കൽ നിങ്ങൾ പറഞ്ഞ ബിദ്അത്തുൻ ഹസന എന്ന ആ പട്ടികയിലേക്ക് അല്ല വരുന്നത് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കാലം ഇത്രയും പഠിപ്പിച്ച പ്രമാണം അടിസ്ഥാനമാക്കി, ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി ഈ കാലം അത്രയും പഠിപ്പിച്ച ഈ ഒരു ആദർശം, നബിദിനാഘോഷം എന്ന മീലാദ് എന്ന ഈ ഒരു ആചാരം പ്രവാചകർക്ക് പരിചയമില്ല, പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിനും പരിചയമില്ല, താബികൾക്കും പരിചയമില്ല, താബികൾക്കും പരിചയമില്ല, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കും പരിചയമില്ല, ഇനി ശേഷമുള്ള തൊട്ടടുത്ത തലമുറകൾക്കും അത് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പോലും അത് പരിചയമില്ല. ഞങ്ങളെ കൂട്ടിച്ചേർക്ക ഇപ്പോ മുഹീദ്ദീൻ ശൈഖിനും പരിചയമില്ല. അപ്പൊ അവർക്ക് ആർക്കും പരിചയമില്ലാത്ത, ഉത്തമ തലമുറകൾ എവിടെയും ഇല്ലാത്ത, പിന്നീട് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ആരംഭിച്ച, ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് ഏറ്റെടുത്ത, അവിടെ നിങ്ങോട്ട് സൂഫികൾ പ്രചരിപ്പിച്ച ഒരു പുത്തനാചാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗം
ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, മറ്റു ഒരുപാട് പദ്യഗദ്യങ്ങൾ, അവയിലെല്ലാം തന്നെ ധാരാളം കള്ളക്കഥയുണ്ട്, കെട്ടുകഥയുണ്ട്, ശിർക്കിന്റെ വരികളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് വല്ലപ്പോഴും എന്ന് പറഞ്ഞത്. 5 ഇപ്പം അംഗീകരിക്കുള്ളൂ. അപ്പൊ സൂചിപ്പിച്ചത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് പോലും പരിചയമില്ലാത്തതും അതിനുശേഷം ഷിയാക്കൾ തുടങ്ങി, പിന്നീട് അത് മുദഫർ രാജാവ് ഏറ്റെടുത്തു, പിന്നീട് സൂഫികൾ ഏറ്റെടുത്തു. അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു വന്ന ഒരു പുത്തനാചാരമാണ്, ഒരു ബിദ്അത്താണ്. ബിദ്അത്തുൻ ഹസനയല്ല, ബിദ്അത്തുൻ സയ്യിഅയാണ്, ബിദ്അത്തുൻ മുൻകറയാണ്, ബിദ്അത്തുൻ ഖബീഹയാണ് എന്ന കാര്യത്തിൽ ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇനി ഹസന നിങ്ങൾ പേരിട്ടുകൊണ്ട് ഹസനാവൂല, ഹസനി പേരിട്ടുകൊണ്ട് ഹസനാവണമെന്നില്ലല്ലോ എന്ന പോലെ ഹസന എന്ന് പേരിട്ടുകൊണ്ട് മാത്രം ഒരു ബിദ്അത്ത് ഹസനാവൂല. ബിദ്അത്ത് എല്ലാം ദലാലത്താണ്. ഏത് ബിദ്അത്ത് ആയിക്കോട്ടെ, ശറഇൽ പുതിയതായി കൊണ്ടുവന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ബിദ്അത്ത് തന്നെയാണ്, എല്ലാം വഴികേട് തന്നെയാണ്. ഇബ്നു ഉമർ പറഞ്ഞ പോലെ ജനങ്ങളത് ഹസനത്താണെന്ന് പറഞ്ഞാലും ശരി, അത് ഏതായിരുന്നാലും മോശപ്പെട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാഷാപരമായിട്ടുണ്ടാവാം, അത് ഞാൻ നേരത്തെ പറഞ്ഞത് ലുഗത്തിലുണ്ടാകാം, അത് മൈക്ക് ബിദ്അത്താന്ന് പറയാ. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച പോലും ബിദ്അത്താന്ന് പറയാ. അപ്പൊ അതിന്റെ മറവിൽ ഇസ്ലാമിലെ ഈ പുത്തനാചാരം ചെലവഴിക്കാൻ വകുപ്പില്ല എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, അഖ്ബറല്ലാഹു നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീൻ, അല്ലാഹു തആല നബിയെയും മുഅ്മിനീങ്ങളെയും അറിയിക്കുന്നു, അന്നഹു ഖദ് അക്മല ലഹുമുൽ ഈമാന, ഈമാൻ അല്ലാഹു പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദ, ഇനി ഇതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. വഖദ് അതമഹുല്ലാഹു, അല്ലാഹു ഇതിനെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫലാ യുൻഖിസുഹു അബദ, ഒരിക്കലും ചുരുക്കേണ്ട കാര്യവുമില്ല. അപ്പൊ ദീനിൽ പുതിയത് കൂട്ടേണ്ടതില്ല, ഒന്നും കുറയ്ക്കേണ്ടതുമില്ല എന്ന് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളത് സ്വീകരിച്ചു, മുഅ്മിനീങ്ങളത് സ്വീകരിച്ചു, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഇനി കൂട്ടേണ്ടതില്ല. അല്ലാഹു റസൂൽ എന്താണ് പഠിപ്പിച്ചത് ആ നിലക്ക് സ്വീകരിച്ചാൽ മതി. മാത്രവുമല്ല വഖദ് റളിയഹുല്ലാഹ് ഫലാ യസ്ഖിതുഹു അബദ, അല്ലാഹു തൃപ്തിപ്പെട്ട് ഏൽപ്പിച്ചതാണിത്, ഇനി അതിന് അല്ലാഹു തആല കോപിക്കുന്ന പ്രശ്നവുമില്ല. ആ തൃപ്തിപ്പെട്ട് ഏൽപ്പിച്ച ആ പൂർത്തിയായ മതം, ആ മതം നമ്മൾ അംഗീകരിക്കുക, അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പോകേണ്ടതില്ല, അതിൽ നിന്ന് യാതൊന്നും എടുത്തൊഴിവാക്കേണ്ട ആവശ്യവുമില്ല. മറിച്ച് എങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെ എങ്കിൽ റബ്ബിന്റെ സ്നേഹം കിട്ടും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, റബ്ബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ പിൻപറ്റണം, എങ്കിൽ നബി അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ ആ മാതൃകയാണ് സഹോദരന്മാരെ വേണ്ടത് എന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. ഇത്തരം പുത്തനാചാരങ്ങളെ, ഇത്തരം ബിദ്അത്തുകളെ എല്ലാം വലിച്ചെറിഞ്ഞ് ശരിയായ ദീനിന്റെ, ശരിയായ സുന്നത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവണം. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഹക്കിന്റെ വഴി മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഭാഗത്തിന്റെ വിഷയാവതരണം കഴിഞ്ഞു. ഇനി ചോദ്യോത്തരത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെയുള്ള ധാരണ അനുസരിച്ച് ആദ്യം വിഷയം അവതരിപ്പിച്ച വിഭാഗത്തോട് മറുവിഭാഗം ചോദ്യം ചോദിക്കുകയും അവർ മറുപടി പറയുകയും ചെയ്യുക. അതിനുശേഷം രണ്ടാമത് വിഷയം അവതരിപ്പിച്ച വിഭാഗത്തോട് മറുവിഭാഗം ചോദ്യം ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ നേരത്തെ തീരുമാനിച്ച നടപടിക്രമം. അതിനുശേഷം ഇരു വിഭാഗവും ഈ 10 മിനിറ്റ് വീതം അവലോകനം നടത്തും. അത് ആര് ആദ്യം അവലോകനം നടത്തണമെന്ന് നേരത്തെ വിഷയാവതരണത്തിന് തീരുമാനിച്ചതുപോലെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെടും. കൂട്ടത്തിൽ ഒരു കാര്യം ഇരു വിഭാഗത്തെയും ഓർമ്മപ്പെടുത്താനുള്ള മധ്യസ്ഥന്മാരെന്ന നിലയ്ക്ക് ഞാനും ഇദ്ദേഹവും നമ്മുടെ കുഞ്ഞുമുഹമ്മദ് സാഹിബ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയത് രണ്ട് വിഭാഗത്തെയും പ്രതിനിധീകരിച്ചാണെങ്കിൽ പോലും ഈ പരിപാടി ഭംഗിയായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ രണ്ടുപേരെയും മധ്യസ്ഥന്മാരായി നിയമിച്ചത്. അതുകൊണ്ട് ഇത് തീരുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും മധ്യസ്ഥന്മാരായി തന്നെ തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ ഇരു വിഭാഗത്തെയും പണ്ഡിതന്മാരെ പ്രത്യേകം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിവിടെ മൗലിദാഘോഷത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണുള്ളത്. അതിലേക്ക് മറ്റുള്ള വിഷയങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ രണ്ട് വിഭാഗവും പറഞ്ഞത് ശ്ലീലവും അശ്ലീലവും ഒക്കെ പറഞ്ഞ് വളരെ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, സംഘടനാപരമായോ പ്രാസ്ഥാനികമായോ ഒക്കെ കാര്യങ്ങളിലേക്ക്, അപ്പോൾ മറ്റുള്ള മുടി ചെടി തുടങ്ങിയ പരാമർശങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നതൊക്കെ നന്നായിരിക്കുമെന്ന്. കാരണം രണ്ട് വിഭാഗത്തുണ്ട്. നേരത്തെ തന്നെ ഇവിടെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്, സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്നൊക്കെ പേടിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് നമ്മുടെ പരിപാടിയുടെ ആരോഗ്യകരമായ നടത്തിപ്പിന് നന്നായിരിക്കുമെന്ന് ഈ വിഭാഗം പണ്ഡിതന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്.
മുജാഹിദ് സുന്നി വിഭാഗമാണ് ആദ്യമായി വിഷയം അവതരിപ്പിച്ചത്. ആദ്യമായി ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മുജാഹിദ് സലഫി സെന്റർ പക്ഷത്തെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏതായാലും രണ്ടു ഭാഗത്തിന്റെയും വിഷയാവതരണം ഇവിടെ അവസാനിച്ചു. ഇനി 4 മിനിറ്റ് ചോദ്യത്തിനുള്ള അവസരമാണ്. മറുഭാഗത്തെ മധ്യസ്ഥൻ പറഞ്ഞത് മുഖവിലക്കെടുക്കുന്നു. അദ്ദേഹം ചെറിയ അഭിപ്രായം കൂട്ടിച്ചേർക്കാനുള്ളത്, ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ആദർശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സംഘടനാ വിഷയമല്ല എന്നായിരുന്നു. അങ്ങനെ വിയോജിപ്പതിലുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞത് മാനിക്കാൻ സന്നദ്ധമാണ്. ഇവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ വാദം കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തി. പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബികൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലും ഇത് പരിചയമില്ല. അതിനാൽ ഇത് ബിദ്അത്താണ്. ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്ന മൗലിദുകളിൽ ശിർക്കിന്റെ വരികൾ വരെ ഉണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല, അത് അനിസ്ലാമികമല്ല, നിഷിദ്ധമല്ല, അനാചാരമല്ല എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ വാദമായി നിങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ ഉള്ള നിങ്ങളുടെ സമയത്ത് നിങ്ങൾ സ്ഥാപിച്ചത് തന്നെ ഇത് നല്ല ബിദ്അത്താണ് എന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ശരി, അതിന് നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്, എന്നാലും ഇനി അവരാരും ചെയ്തിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അത് ഒരു നല്ല ബിദ്അത്താണ്, സുന്നത്തായ ബിദ്അത്താണ് എന്ന തരത്തിലാണ് നിങ്ങളുടെ അവതരണം ഉണ്ടായത്. നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ തെളിവായി പല ആയത്തുകളും ചില ഹദീസുകളും ഒക്കെ പരാമർശിക്കുകയും ചെയ്തു. അതിന്റെ സ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ തെളിവായി പറഞ്ഞു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന സൂറത്ത് യൂനുസിലെ ഒരു ആയത്താണ് നിങ്ങൾ അത് തെളിവെന്നോണം ഓതിയ ഒന്ന്. ആ തരത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ അല്ലാഹു റസൂൽ റഹ്മത്താണ് എന്ന് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ ലോകത്ത് വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ, വ്യാഖ്യാനം എഴുതിയ, ആദ്യ തലമുറകളിൽ ജീവിച്ച ഉത്തമരായ അഹ്ലുസുന്നയുടെ ഇമാമികൾ, മുഫസ്സിറുകൾ, ഇനി വേണ്ട മുഹദ്ദിസുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, അവരാരെങ്കിലും ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് റബീഉൽ അവ്വൽ മാസം 12-ന് പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന തരത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ഏതെങ്കിലും ഒരു തഫ്സീർ ആധികാരികരായ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം ഒരു ആയത്തോതി നിങ്ങളാണ് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ആയത്തിന് ആധികാരികരായ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ ഒരാളും തന്നെ ആ ഒരു തരത്തിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടില്ല. റഹ്മത്താണ് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ല. ഖുർആൻ തന്നെ പറഞ്ഞതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരായത്തും ഇല്ലെങ്കിലും അല്ലാഹു റസൂൽ റഹ്മത്താണ്, സംശയവുമില്ല. എന്നാൽ ഈ ആയത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കാൻ, മൗലിദ് ആഘോഷിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് പറഞ്ഞ അഹ്ലുസുന്നയുടെ ആധികാരികരായ മുഫസ്സിറുകൾ അല്ലെങ്കിൽ ഹദീസ് പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, അവരാരെങ്കിലും ആ നിലക്ക് രേഖപ്പെടുത്തിയതായി കാണിക്കാമോ എന്നാണ്. ഒരുപാട് ആയത്തുകൾ ഈ നിലക്ക് ചോദിക്കാം, എന്നാലും ഒന്ന് പൊളിഞ്ഞാൽ ബാക്കിയെല്ലാം പൊളിയുമല്ലോ എന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് ചോദിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു അനുബന്ധമായിട്ടുള്ളത്, അങ്ങനെ ആയത്ത് തെളിവാണെങ്കിൽ ആ ആയത്തിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുമുണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് അത് നല്ല ബിദ്അത്തായി മാറുക എന്ന് ഇതിന്റെ ഒരു ഉപചോദ്യമായിക്കൊണ്ട്, മറ്റു ചോദ്യമായിട്ടല്ല, ഇതിന്റെ ഉപചോദ്യമായിക്കൊണ്ട് ഈ ആയത്തുണ്ട് തെളിവാണ് എങ്കിൽ പിന്നെ എങ്ങനെ അത് നല്ല ബിദ്അത്തായി മാറും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, വളരെ കൃത്യമായ വാദവും ആ വാദത്തിനുള്ള ന്യായങ്ങളും നിരത്തിക്കൊണ്ട് പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന മഹത്തായ ഒരു വിഷയമാണിത്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്തതൊക്കെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് വിഷയാവതരണം അവതരിപ്പിച്ചത് തന്നെ.
നിങ്ങൾ നോക്കിയൊന്നും അറിയില്ല, അദ്ദേഹം അറിയാതെ പറഞ്ഞതായിരിക്കാം, അല്ല എന്തോ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തതൊക്കെ ബിദ്അത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച മൗലവി ആ പ്രസംഗം അവസാനിപ്പിച്ചത് തന്നെ നബി തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്ത്, അല്ലെങ്കിൽ ആ പഠിപ്പിക്കാത്ത സ്വലാത്ത് നബി തങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരേണ്ടതാണ് എന്ന് സാന്ദർഭികം ഉണർത്തുന്നു. ഞങ്ങൾ ചോദ്യത്തിന്റെ അവസരമല്ലാത്തതും കൂടി ഇപ്പം അത് ചോദിക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, ബിദ്അത്തിൽ രണ്ടെണ്ണമുണ്ട്. അൽഹംദുലില്ലാ, സംവാദം അതുപോലുള്ള ഈ വിഷയമൊക്കെ അതിൽപ്പെട്ടതാണ് എന്ന നിലക്ക് മൗലവി നേരത്തെ വിശദീകരിച്ചു. നല്ല ബിദ്അത്തിൽ പെട്ടതാണ്. ആദ്യം നല്ല ബിദ്അത്തില്ല, ബിദ്അത്തൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ മൗലവി വീണ്ടും വൈരുദ്ധ്യം പറഞ്ഞ് ബിദ്അത്തിൽ രണ്ട് വിഭാഗമുണ്ട്, അതിൽ കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും മൗലവി ചോദിച്ചത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്ത്. ആ ആയത്ത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾ നേരത്തെ വിഷയാവതരണമെ തെളിവുദ്ധരിച്ചു. ആണയിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ആ ആയത്ത് തെളിവാണ്. ആ ആയത്ത് തെളിവാണ്. ഒരു ആയത്ത് തെളിവ് ആണെങ്കിൽ ആ തെളിവിന് വേറെ ഒരു ഇമാമ് പറയണം എന്ന വാദം തന്നെ തെറ്റാണ്. കാരണം പ്രമാണം വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്, വ്യക്തമായ ഇജ്മാഅാണ്, ജലിയായ ഖിയാസാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. മൗലവി നമ്മളൊക്കെ ഒരുപാട് വ്യവസ്ഥയിൽ ഇതിലൊക്കെ കണ്ടതല്ലേ. ഏതായിരുന്നാലും മൗലവി സാഹിബിനോട് പറയാനുള്ളത് ഫൽയഫ്റഹു എന്ന ആയത്ത് തന്നെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ തെളിവാണ്. പിന്നെ തഫ്സീറിൽ എവിടെയെന്ന് ചോദിച്ചു. നേരത്തെ ഇമാമിങ്ങളൊക്കെ തോട്ടിക്കെറിഞ്ഞളി എന്നാ പറഞ്ഞത്. അങ്ങനെ തോട്ടിക്കെറിഞ്ഞളി എന്ന് പറഞ്ഞ ആള് പിന്നെ ഇവിടെ റൂഹുൽ ബയാൻ ഉദ്ധരിച്ചു, തഫ്സീറാണ്. റൂഹുൽ ബയാനെ സംബന്ധിച്ച് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രഥമ അധ്യക്ഷ കസേരയിലിരുന്ന KM മൗലവി അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ് എന്ന് അൽ ഫത്ഹുൽ ഖവി എന്ന ഗ്രന്ഥത്തിന്റെ 51-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് മൗലവി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് കിതാബ് അറിയില്ലെങ്കിൽ അതെങ്കിലും നോക്കിയിട്ടെങ്കിലും വരണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പിന്നെ വജാദിൽഹും ബില്ലദീ ഹി അഹ്സൻ പോലെയുള്ള ആയത്തടിസ്ഥാനത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളും ചർച്ചകളൊക്കെ ഖുർആൻ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തന്നെയാണ് ഫൽ യഫ്റഹു എന്നുള്ളതിന്റെ തെളിവ്. ആ സന്തോഷ പ്രകടനം എങ്ങനെയാണ്? അത് മദ്ഹ് പറയൽ കൊണ്ടാണ്. വജഅലി ലിസാന സിദ്ഖിൻ ബിൽ ആഖിരീൻ, അത് ഖുർആൻ ആയത്താണ്. ഭക്ഷണം പ്രദാനം ചെയ്തുകൊണ്ടാണ്. ബാബു തആമിനൽ ഈമാൻ വളരെ വ്യക്തമാണ്. അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകീർത്തനമാവട്ടെ, നന്ദി പ്രകടനമാവട്ടെ, അവദാനങ്ങൾ വാഴ്ത്തലാവട്ടെ, ഏത് വിഷയങ്ങൾ ചോദിക്കും ഞങ്ങൾ മറുപടി പറയാൻ മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഏത് വിഷയം ചോദിച്ചാലും ഞങ്ങൾ പറയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇപ്പൊ മൗലവി പറയുന്നതനുസരിച്ച് മദ്ഹ് പറയുന്നതിന് ഒരു എതിരില്ല, ശുക്ർ വെളിവാക്കുന്നതിന് എതിരില്ല, നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നതിന് എതിരില്ല. ഡേറ്റിലാ പ്രശ്നം. നിങ്ങൾ റബീഉൽ ആഖിറിലായിക്കോളിയും, മൈക്കക്കാർക്കും സൗകര്യമായി, എല്ലാവർക്കും സൗകര്യമായി. ഇവിടെ എന്താണ്? അതിനൊന്നും ഞങ്ങൾ എതിരില്ല, പ്രകീർത്തനത്തിനെതിരില്ല, മറ്റു വിഷയങ്ങൾക്കെതിരില്ല. ഇപ്പൊ എതിരുള്ളത് എന്താ? റബീഉൽ അവ്വൽ 12 സന്തോഷിക്കാൻ പറ്റുമെന്നാണ്. അതാണ് നേരത്തെ ഉദ്ധരിച്ചത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സഹാബത്തെ കിറാം വജബ അശ്ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ, ലോകത്ത് ദഅവത്ത് നടക്കുന്ന കാലഘട്ടത്തും ഈ പോലെയുള്ള ഇതുപോലെയുള്ള വിഷയങ്ങൾ, നന്ദി പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഇഖ്റാറും ഞങ്ങൾക്ക് തെളിവുണ്ട്. അതുകൊണ്ട് ചോദിച്ചതിന് ആയത്ത് ഞങ്ങൾ പറഞ്ഞു. സഹാബത്തെ കിറാമിന്റെ സാന്നിധ്യത്തിൽ നബി തങ്ങളുടെ അംഗീകാരത്തോടെ സഹാബത്തെ കിറാം നിർവഹിച്ചതും പറഞ്ഞു. അതുകൊണ്ട് മൗലവിയോട് പറയാനുള്ളത്, ആവർത്തിച്ച് ചോദിക്കണം എന്നുള്ള പൂതിണ്ടെങ്കിൽ ചോദിക്കുക, പക്ഷേ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഫൽ യഫ്റഹു എന്നുള്ള ആയത്ത് തന്നെ ഞങ്ങൾക്ക് തെളിവാണ്. ഈ ആയത്തിലെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മുമ്പ് നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിലെ ഹുസൈൻ സലഫിനെ നിഷേധിച്ചിരുന്നു, അതിന് ഉദ്ധരിച്ചതിനൊക്കെ തെളിവല്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. അപ്പൊ ഏതായിരുന്നാലും മുട്ടുണ്ട്, പക്ഷെ അപ്പുറത്തൊരു ബുദ്ധിമുട്ടെന്ന് ചേർത്താൽ സംഗതി മുഴുവനായി. ഇപ്പൊ ഏതായാലും ആയത്ത് പറഞ്ഞു, ഇഖ്റാറ് പറഞ്ഞു, ആ സമയം കൂടി തഫ്സീർ പറഞ്ഞാൽ പോലെ. അതിനെന്താ ന്യായം? ആയത്ത് വ്യക്തമായി വന്നാൽ പിന്നെ തഫ്സീർ വേണമെന്നില്ലാന്നാ. അതന്നെയാണ് പ്രശ്നം. അപ്പൊ നിങ്ങളെ വക 313 വക എന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങളെ വക തഫ്സീറാണ്, അവിടെയാണ് പ്രശ്നം. ആ വക പറ്റൂല. അങ്ങനെ കുറെ വകങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ചേർത്തി, അതൊക്കെ പാടെ കൂട്ടിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇനി പറയണ്ടെന്ന് പറഞ്ഞ എല്ലാ പ്രശ്നവും വന്നത്. അത് റഷീദ് സക്കാഫിക്ക് പ്രയാസം ഉണ്ടാവും, കാരണം ജിഷാൻ അറിയാലോ. പോട്ടെ, വിഷയം തന്നെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ചോദ്യം ഒന്നല്ല, അത് പൂജ്യം നിങ്ങളെ ഉത്തരം കിട്ടാനുള്ള പൂജ്യം ഉണ്ടാ ചോദിക്കണത്. ഈ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് ഇപ്പൊ ഉറപ്പിച്ച് പറയാം.
ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തഫ്സീർ പറയാൻ പ്രയാസമുണ്ട്. അല്ലെങ്കിൽ എന്തേ പറഞ്ഞൂടെ? ലോകത്തെ എത്രയെത്ര തഫ്സീറുണ്ട്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ മുതൽ ഇങ്ങോട്ട് ഖുർആൻ ഒന്നാകെ തഫ്സീർ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്കിൽ 100 കണക്ക് തഫ്സീറിനിട്ട് ഒരൊറ്റ തഫ്സീറിലെങ്കിലും, ആധികാരികമായ ഒരു തഫ്സീർ എങ്കിലും ഇത് നബിദിനമാഘോഷത്തിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഒരിക്കലും തെളിയിക്കാൻ നിങ്ങൾക്കും കഴിയില്ല, ആര് വന്നിട്ടും കാര്യമില്ല. അതുണ്ടെങ്കിൽ അത് വായിക്കി, അത് കേൾക്കാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. ഇല്ലാത്ത കാലത്തോളം അത് പച്ചയായ ദുർവ്യാഖ്യാനം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഉണ്ട്, അതിൽ ഉപചോദ്യം നിങ്ങൾ തൊട്ടിട്ടില്ല, മറന്നതായിരിക്കാം, അടുത്ത് പറഞ്ഞാൽ മതി. ഉപചോദ്യങ്ങൾ പറയണം. ഇനി രണ്ടാമത്തെ ചോദ്യം, അഥവാ ഒരു ചോദ്യം ഉപചോദ്യം അവിടെ ബാക്കി വെക്കുന്നു. അതിന്റെ കൂടെ രണ്ടാമത്തെ ചോദ്യം, ഹിജ്റയുടെ ഉത്തമമായ 3 തലമുറകൾ, മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യ സലഫു സ്വാലിഹികളായ 3 തലമുറകൾ, ആ 3 തലമുറകളിൽ തന്നെ 100 കണക്കായ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തമമായ തലമുറകളിൽ 3 നൂറ്റാണ്ടിൽ വേണ്ട 4 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും ഹിജ്റ 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും നിങ്ങൾ കാണിക്കാൻ സാധിക്കുമോ? ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ, ആവർത്തിച്ചു പറയാണ്, ഏതെങ്കിലും ഒരു കിതാബിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കഴിയില്ല എന്ന്. പിന്നെന്തിനാ ചോദിക്കുന്നത്? അത് കഴിയില്ല എന്ന് ഈ CD കേൾക്കുന്നവരും ഇപ്പോൾ ലൈവായി കേൾക്കുന്നവരും എല്ലാവർക്കും ഇത് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തേത് ബോധ്യപ്പെട്ടതുപോലെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്, അതിന് ഉപചോദ്യം ബാക്കിയുണ്ട്. അതിന്റെ കൂടെ ചോദിക്കുന്നു, ലോകത്ത് 4 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും രേഖപ്പെടുത്തിയതായി കാണിക്കാൻ സാധിക്കുമോ? അതുമില്ല. ഞങ്ങളുടെ വാദം അതാണ്. പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബികൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും പരിചയമില്ല. അത് സ്ഥാപിക്കാനാണ്, അത് സ്ഥിരപ്പെടുത്താനാണ് ഈ ചോദ്യത്തോടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ചോദ്യത്തിന് മറുപടി പറയണം. തഫ്സീർ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോരാ, തഫ്സീർ നിങ്ങൾ ഉദ്ധരിക്കണം, ഉപചോദ്യം നിങ്ങൾ തൊടണം, കൂടെ ഈ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി കൂടി നിങ്ങൾ പറയണം എന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ വളരെ കൃത്യമായി മൗലവി സാഹിബിനോട്, ഫൈസൽ മുസ്ലിയാർ കാരണം മുസ്ലിയാരായി കൊള്ളുന്നില്ലല്ലോ, ഫൈസൽ മൗലവി സാഹിബിനോട് കൃത്യമായി ചോദ്യത്തിന് മറുപടിയിൽ പറഞ്ഞതാണ്. ഒരു വിഷയത്തിൽ ഒരു ആയത്ത് അതല്ലെങ്കിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ ആ ഹദീസ് ഉദ്ധരിച്ചതിന് വ്യാഖ്യാനം ആവശ്യമുള്ളിടത്തേ അത് വേണ്ടതുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ, നബി തങ്ങളെ പ്രകീർത്തിക്കാൻ, നബി തങ്ങളെ പ്രശംസിക്കാൻ ഈ ആയത്ത് എമ്പാടും മതി. കാരണം മദ്ഹ് പറയുന്നതിന് നിങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത് നിങ്ങൾ എതിരെന്നാണ് മറ്റൊരു വിഷയം. അങ്ങനെ എമ്പാടും മതി എന്ന് ഞങ്ങൾ പറയാൻ കാരണം, ഒരു വിഷയത്തിൽ ഒരായത്ത് ഉദ്ധരിച്ചാൽ നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ സന്തോഷിക്കണം? നബി തങ്ങൾ ഇങ്ങനെയാവരുത് എന്ന് പറഞ്ഞതല്ലാതെ എങ്ങനെയും സന്തോഷിക്കാം. ലാ തത്റൂനി കമാത്രത്തിൻ നസാറ, ഈസാ നബി അലൈഹിസ്സലാമിൽ ദിവ്യത്വം ആരോപിച്ച് ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിച്ചതുപോലെ നിങ്ങൾ നബി തങ്ങളെ ആരാധിക്കരുത്, ആദരിക്കണം, ബഹുമാനിക്കണം. എങ്ങനെ? രൂപം പറഞ്ഞിട്ടില്ല. ആ രൂപം നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ചു, നബി തങ്ങളെ പ്രശംസിച്ചു, മദ്ഹ് പാടി, ഗദ്യമായി, പദ്യമായി, ഗദ്യപദ്യ സമ്മിശ്രമായി ഒരുപാട് സഹാബത്തെ കിറാമിന്റെ വിഷയം അതിൽ ഉദ്ധരിക്കാനുണ്ട്. പിന്നെ റബീഉൽ അവ്വൽ എന്ന ദിവസത്തിനാണോ മദ്ഹ് പറഞ്ഞ നമ്മൾ കൂട്ടരെതിരല്ലോ. ഒരു വിഷയത്തിന് പൊതുവായി ഒരു നിർദ്ദേശം വന്നാൽ അതിന് രൂപവും ഭാവവും നിർണയിക്കുന്നത് ബിദ്അത്തല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന ഖിയാറ ഇബാദില്ലാഹി യുറാഊന ശംസ വൽ ഖമറ കേട്ട മൗലവി വന്നുജൂമ ലിഅജ്ലി ദിക്രില്ലാ, മദ്ഹ് പറയൽ, അന്നദാനം നടത്തൽ, അതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയവും ദിവസവും തെരഞ്ഞെടുക്കൽ അത് നല്ല ആളുകളുടെ ലക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബീഉൽ അവ്വൽ സഹാബത്തെ കിറാം താലഅൽ ബദ്ർ ചെല്ലാൻ തെരഞ്ഞെടുത്തതുപോലെ ഞങ്ങളും താലഅൽ ബദ്ർ ചെല്ലാൻ റബീഉൽ അവ്വൽ തെരഞ്ഞെടുക്കുന്നു. അത് ഫൽയഫ്റഹു എന്ന ആയത്ത്
ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് പറയട്ടെ, ഉത്തമ നൂറ്റാണ്ടിൽ ആരും ഇത് പറഞ്ഞിട്ടില്ലേ? പുടിച്ചോ നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ടിലെ ഇബ്നു ഹിശാമിന്റെ സീറത്ത് ഇബ്നു ഹിശാമിൽ അള്ളാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മദീന മുനവ്വറയെ ഹറമാക്കാൻ വേണ്ടി എത്തിയ സമയത്ത് താലഅൽ ബദ്ർ ചൊല്ലിയത് ഉത്തമ നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എങ്ങനെയാണ് ബിദ്അത്തായത് എന്നാണ് ഉപചോദ്യം. അതിനും കേട്ടോ മറുപടി. മറുപടി ഇല്ല എന്ന് പറഞ്ഞടക്കരുത്, കേട്ടോ മറുപടി. സംവാദവും പ്രസംഗവും പ്രഭാഷണവും ദഅവയും കോളേജുകളും എങ്ങനെയാണോ ബിദ്അത്തായിട്ടും നന്നായത്, അതുപോലെയാണ് തോരണങ്ങളും ദഫുകളും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ആവുന്നത് എന്ന് അതിന് മറുപടിയായി വെച്ചോ. അപ്പൊ ഇനി മറുപടി ഇല്ല എന്ന് പറയണ്ട. ഒരു ചോദ്യത്തിന് ഓരോന്നിനും മറുപടി, ഉപചോദ്യത്തിന് ഉപചോദ്യ മറുപടി എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായി ഈ സമയത്ത് സഹോദരന് വേണ്ടി ഉണർത്തുകയാണ്. മുസ്ലിയാരെ റസൂൽ മദീനത്തേക്ക് വന്നപ്പോ പാട്ട് പാടിയിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്. അതാ ഇബ്നു ഹിശാമിന്റെ സീറിലുള്ളത്. ധൈര്യം ഉണ്ടെങ്കിൽ വായിക്ക്. ഇബ്നു ഹിശാമിന്റെ സീറിൽ നിങ്ങൾ ധൈര്യം ഉണ്ട്, ഇപ്പൊ വായിക്ക്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം ഉണ്ടോ എന്നെ ചോദ്യം. വെറുതെ കളവറിയാ. അപ്പൊ ഇബ്നു ഹിശാമിന്റെ സീറിലുള്ളത് ഇത് വായിക്ക്. അത് വായിക്കാൻ വേണ്ടത് നിങ്ങൾ പറഞ്ഞെന്താ? അള്ളാഹു റസൂൽ മദീനത്തേക്ക് ഹിജ്റ ചെയ്ത് വന്നതാ. അപ്പൊ പാട്ട് പാടി ഞാൻ നേരത്തെ പറഞ്ഞു, റസൂൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ പാട്ട് പാടും, അതിനല്ല തർക്കമുള്ളത്. ഇവിടെ ചോദിച്ചെന്താ? ആദ്യ 4 നൂറ്റാണ്ടുകളിൽ കേൾക്കാതൊക്കെ നമ്മൾ സംസാരിക്കണ്ട. ആദ്യ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം ഉണ്ടോന്നാ? നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടോ? അത് ഇബ്നു ഹിശാമിന്റെ സീറയിലില്ല. ഇബ്നു ഹിശാമിന്റെ സീറയിലില്ല. 4 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഒരൊറ്റ കിതാബിലുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ മുമ്പ് എപ്പോഴും നിങ്ങൾ വായിക്കി. നമ്മൾ വെല്ലുവിളിക്കാനാണ്. കാര്യം ഇല്ല, നമുക്ക് അത്ര ഉറപ്പുണ്ട്. ഇബ്നു ഹിശാമിന്റെ സീറയിലില്ല, ഇവിടെ ഇല്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കഥ അത് ഒരുപാട് മുഹദ്ദിസീങ്ങളും ഒരുപാട് ഫുഖഹാക്കളും ഒരുപാട് മുഫസ്സിറും ഒക്കെ പറഞ്ഞു തന്നെയാണ്. അതിൽ തർക്കമില്ല. നേരത്തെ പറഞ്ഞു, അള്ളാഹു റസൂൽ ഹിജ്റയായി മദീനയിലേക്ക് വന്നപ്പോൾ പാട്ടുപാടി സ്വീകരിച്ചു. റസൂൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാലോ നമുക്ക് സ്വീകരിക്കാം. ആർക്കാ തർക്കമുള്ളത്? അതാണോ ഇവിടുത്തെ വിഷയം? അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തേതായാലും തഫ്സീർ ഏതായാലും ഇല്ല. പിന്നെ വിശദീകരണം ആവശ്യമില്ലാത്തത് തഫ്സീർ വേണ്ടാന്നാ. ഇവിടെ വിശദീകരണം ആവശ്യമുണ്ട്. കാരണം എന്താ? ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്തിന് അർത്ഥം എന്താ? നബിദിനം ആഘോഷിച്ചോളിനാ. എന്നാ പിന്നെ വിശദീകരണം ആവശ്യമില്ല. അങ്ങനെയാണോ ആയത്തിനർത്ഥം? അങ്ങനെ ആയത്തുണ്ടെങ്കിൽ പിന്നെ തഫ്സീർ വേണ്ട. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. തഫ്സീർ വേണ്ട. ആ ആയത്ത് അല്ലാഹ് രണ്ടാറിനാലോ തഫ്സീർ വേണ്ടി വരും. നിങ്ങൾ ഈ ആയത്ത് വന്നിട്ട് ഇല്ലാത്ത വാദം സ്ഥാപിക്കുകയാണ്. അപ്പോഴാ ചോദിച്ചത് ഏത് തഫ്സീലാണുള്ളത്. രണ്ടാമത് ഉത്തരം ഏതായാലും നന്നായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വിധേയത്താവോ അങ്ങനെ തന്നെ ഉള്ളൂ. അപ്പൊ നബിദിനാഘോഷത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല, മനസ്സിലായി. യാതൊരു സവിശേഷതയില്ല, ഒരു പ്രത്യേകതയില്ല. റബീഉൽ അവ്വലിന് പുണ്ണില്ല, 12-ന് പുണ്ണില്ല, റബീഉൽ ആഖിർക്കും ആകാം ഏതിക്കും ആവാം. അങ്ങനെയാണോ? അപ്പൊ എഴുതിച്ച ഒരുപാട് പുസ്തകം വലിച്ചേരണ്ട്. നിങ്ങൾ എഴുതിയടക്കം വലിച്ചേരേണ്ടി വരും. ഏതായിരുന്നാലും 3 ചോദ്യം ബാക്കിയുണ്ട്. കൂടെ ഒരു ചോദ്യം, അതിന് ഉപചോദ്യം, രണ്ടാമത്തെ ചോദ്യം അത് ബാക്കിയാകുന്നു. ഇനി അതിന്റെ കൂടെ 3-ാമത്തെ ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ പറയപ്പെട്ട 3-നും നിങ്ങൾ മറുപടി പറയണം. അതിന് കൂടെ ഇതും കൂടി പറയണം എന്നതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. 3-ാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. റിസാലയിലും മറ്റുമായി പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിവായി വല്ല ആയത്തോ വല്ല ഹദീസോ ഉദ്ധരിക്കാമോ? കാരണം ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ ഖുർആൻ പറഞ്ഞതാണ്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി, അതിന്റെ മഹത്വമായി, അതിന്റെ പുണ്യമായി നിങ്ങൾ എഴുതി വെച്ചതാണ്. ആ വിഷയം പറയാക്കാൻ പറ്റൂല. കാരണം തപ്പ് തീരുമാനിക്കാൻ പറയണ്ടാതെ, അതുകൊണ്ട് കാര്യമില്ല. നബിദിനാഘോഷത്തിന്റെ മഹത്വമായി നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ ദിവസം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ്. ആ എഴുതിയതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഉറച്ചിക്കണില്ലേ? ഒരു കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. നമുക്ക് ആ റിസാല ഒന്നിച്ചെന്ത് ചെയ്യാം? തള്ളിക്കളയാം. പണ്ടൊരുപാട് തള്ളിയിട്ടുണ്ടല്ലോ. പക്ഷെ റിസാല മാത്രം മതിയാവൂല. അപ്പൊ നബിദിനാഘോഷത്തിന് പുണ്യമുണ്ടെന്ന് പറയാൻ നിങ്ങൾ എഴുതിയത് അത് പിൽക്കാലത്താരോ പറഞ്ഞോ? അത് നമുക്ക് വാദമല്ല. ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നാണ്. ഇനി പറയും കസ്തല്ലാനി ഉണ്ട്, നേരത്തെ ബറൂസോയി പറഞ്ഞ പോലെ അങ്ങനത്തെ ഒന്ന് കൊണ്ടുവരണ്ട. നേരെ മറിച്ച് ആയത്തുണ്ടോ ഹദീസുണ്ടോ. ഇനി ആയത്ത് ഹദീസ് ഉണ്ടെങ്കിൽ തഫ്സീർ വേണമെന്നാണോ? നിങ്ങൾക്ക് വായിക്കാൻ കുഴപ്പമില്ല, വിരോധമില്ല. അപ്പൊ അല്ലാഹു റസൂൽ ജനിച്ച ദിവസം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്ന നിങ്ങളുടെ പിഴച്ച വാദം, തെളിവില്ലാത്ത വാദം, അടിസ്ഥാനമില്ലാത്ത വാദം, റസൂലോ സ്വഹാബത്തോ താബികളോ മനസ്സിലാക്കിയിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത വാദം നിങ്ങൾ പറഞ്ഞു. അതിന് ഈ പറയപ്പെട്ട രൂപത്തിൽ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് നിങ്ങൾ വ്യക്തമാക്കുക. നേരത്തെ പറഞ്ഞ 2 ചോദ്യം, ഒരു ഉപചോദ്യം ബാക്കിയുണ്ട്, അതും വ്യക്തമാക്കണം. ആദ്യം പറഞ്ഞു ഇമാമ് വേണം, ഇപ്പൊ പറഞ്ഞ ഇമാമ് പറഞ്ഞാലും കൂട്ടൂല. വേറെ ചോദ്യം ചോദിച്ചപ്പോ
ആദ്യത്തെ വിഷയം ആയില്ല എന്ന് പറയുന്നുണ്ട് മൗലവി. വളരെ കൃത്യമായി ആ വിഷയം പറഞ്ഞു. ഒരു വിഷയത്തിൽ ഒരായത്ത് ഉദ്ധരിച്ചാൽ ആ ആയത്ത് വളരെ കൃത്യമായി ഫൽ യഫ്രഹു സന്തോഷിക്കണം എന്ന് പറഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിൽ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ ആയത്തിനെതിരാ ഫൽ യഫ്രഹു പെടൂലേ? റബീഉൽ അവ്വൽ 12 നിങ്ങൾ ഒരിക്കലും നബിയെ കൊണ്ട് സന്തോഷിക്കരുതെന്ന് വല്ല ഖുർആനിലുണ്ടോ, വല്ല ആയത്തിലുണ്ടോ? എന്തെങ്കിലും ഈ പറയണ പോലെ ഫൽ യഫ്രഹു സന്തോഷിക്കണം എന്ന് പറഞ്ഞു. ആ സന്തോഷത്തിന്റെ മാതൃക ഒരു വിഷയത്തിൽ ഒരായത്ത് ഉദ്ധരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വകുല്ലു മാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മിമ്മാ ഫഹിമഹുൽ ഖുർആൻ വജമീഉ മാ തഖൂലുഹുൽ അയിമ്മത്തു വഹുവ ശറഹുൽ ലിസ്സുന്നഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. അവിടുത്തെ ഹദീസ് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഇമാമുകൾ ഏത് വിഷയം പറഞ്ഞിട്ടുണ്ടോ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവചനത്തിന്റെ വ്യാഖ്യാനവുമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ കൊട്ടക്കണക്കിന് ഇമാമുകൾ പറഞ്ഞ വിഷയം ഇവിടെ ഉണ്ട്. അത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൽ യഫ്രഹു അത് വളരെ കൃത്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് വരുമ്പോഴും പൊന്നാര മാണിക്കക്കല്ല് നബി തന്നെയാണ്. ആ നബിനെ കൊണ്ടുള്ള ആഘോഷാണ് തലഅൽ ബദ്റു അലൈനാ എന്ന് പറയുന്ന ആ ബൈത്ത് നബി വന്നു എന്നുള്ള ആഘോഷ. അല്ല ദുഃഖിക്ക പഠിച്ചോനെ വന്നു വിട്ടല്ലോ ഇവിടെയും കച്ചറ ഉണ്ടാവുമെന്നാവോ എന്ന നിലയ്ക്ക് കരഞ്ഞതാ. അള്ളാഹുവിന്റെ റസൂല് പ്രവാചകരാണ് എന്ന നിലയ്ക്ക് ത്വലഅൽ ബദ്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ എന്ന് പറയുന്ന വിഷയത്തിൽ രണ്ട് വരിയുടെ ഇടയിലുണ്ട്. അതും കൂടെ സമയമില്ലാത്തതുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ആ നബിയാണ് എന്ന നിലയ്ക്ക് സഹാബത്ത് സ്വീകരിച്ചു. അതിനെ നബിദിനം എന്നറിയാം. കിതാബിൽ നബിദിനം ഉണ്ടോ? അറബിയിലല്ലേ കിതാബ്, മലയാളം ഉണ്ടാകും. നബിദിന ആഘോഷം എന്ന് കിതാബിലുണ്ടോ എന്ന മൗലവിയുടെ ചോദ്യം. പൊന്നാര മാണിക്കക്കൽ എന്ന് മനസ്സിലായിക്കോ. അള്ളാഹുവിന്റെ റസൂലാകുന്ന പ്രവാചകരെ കൊണ്ട് സന്തോഷിച്ചത് സീറത്ത് ഇബ്നു ഹിശാമിലുണ്ട്. അത് നിങ്ങളെ പാഠപുസ്തകത്തിലുണ്ട്. ഇനി പോണീന് മുമ്പ് വായിക്കണം എന്ന് പറയണ്ട. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വളരെ കൃത്യമായി ആ വിഷയം ഉള്ളതാണ്. അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. നബി തങ്ങളാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടോന്ന് വല്ല ആയത്തിലുണ്ട്. അതിന് ഇമാമിങ്ങൾ പറഞ്ഞ ശരിയല്ലാന്ന് മൗലവന്മാർ ഇമാം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തെളിവ് ഞങ്ങളുടെ ഇമാമുകളുണ്ട്. ആ ഇമാമുകൾ പിടിച്ചോ. ഹാശിയത്തു ശർവാനി 2405. ഇനി വേണോ പിടിച്ചോ. ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി തങ്ങൾ മസാലിക്കുൽ നഫിൽ പിടിച്ചോ. ഇനി വേണോ നിങ്ങൾക്ക് കിതാബുൽ മുഅയ്യാർ അഹ്മദുൽ അംബരി 1914 വഫാത്ത്. വളരെ കൃത്യമാണ്. ഞങ്ങൾക്കത് മതി. ഞങ്ങളെ കിതാബിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങൾക്കത് മതി. അത് വളരെ കൃത്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി ധരിച്ചാലും 50 ഹദീസ് ദഈഫല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുഖാരി ധരിച്ചിട്ടും കാര്യമില്ല, ഏതു ധരിച്ചിട്ടും കാര്യമില്ല. വിശ്വസിക്കുന്നവർക്ക് കൃത്യമായ തെളിവിന് എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഇല്ല അതെപ്പോഴും സംഭവത്തിൽ പറയുന്ന ഒരു കമാൻഡ് അല്ലേ. ആ മോഡലൊക്കെ പോയിക്കണു മൗലവി. അതുകൊണ്ട് വല്ലാത്ത വിഷയങ്ങളൊന്നും പറയണ്ട. അതുകൊണ്ട് ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു. ഫൽ യഫ്റഹു സന്തോഷിക്കാൻ പറഞ്ഞു. ആ സന്തോഷം വളരെ കൃത്യമായി ഞങ്ങൾ നിർവഹിക്കുന്നു. ഹബീബിന്റെ മദ്ഹ് പറയുന്നു, ഹബീബിനെ പ്രകീർത്തിക്കുന്നു, അവദാനങ്ങൾ വാഴ്ത്തുന്നു, അന്നദാനം നടത്തുന്നു, സന്തോഷ പ്രകടനം നടത്തുന്നു. അത് വളരെ കൃത്യമായി ഫൽ യഫ്റഹു. അല്ല ഇതൊന്നും അതിൽ പെടൂല എന്നാണോ നിങ്ങൾക്ക് ഉദ്ധരിക്കാലോ ആയത്ത്? ഇന്ന ആള് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞൂടെ? ഇൻഷാ അല്ലാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംവാദം വഴിത്തിരിവാണ്. കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം, എല്ലാവരും പഠിക്കണം, എല്ലാവരും ഉൾക്കൊള്ളണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾക്കും നമുക്കൊക്കെ അല്ലാഹു ഹിദായത്ത് നിലനിർത്തി തരട്ടെ എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുകയും ചെയ്യട്ടെ. ഏതായാലും വഴിത്തിരിവ് തന്നെയാണ്. 3 ചോദ്യം കൊണ്ട് ഞാൻ മാണിക്കക്കല്ലായല്ലോ. ഇനിയിപ്പോ 5 കഴിയുമ്പോഴേക്ക് ഏതായാലും അത് മുഴുവനായിക്കോളും. അപ്പൊ ഇപ്പൊ വ്യക്തമായി ഏതായാലും തഫ്സീർ ഇല്ലാന്ന് വ്യക്തമായി. അത് മതി. ഇനി സമ്മതിക്കാൻ പ്രയാസം ഉണ്ടാവും. ഇറങ്ങാറാക്കണില്ല, ശബത്ത് കുത്താൻ പാടില്ലല്ലോ. പിന്നെ 4 നൂറ്റാണ്ട് രചിക്കപ്പെട്ട കിതാബ് എവിടെ ഇല്ല അതും ഉറപ്പാണ്. ഇബ്നു ഹിശാമിന്റെ സീറിയൽ എന്താ ഞാൻ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ വായിക്കുകയെന്നു. ഇപ്പൊ മുപ്പേക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ വായിച്ചോളി. ഇനി കൈയിട്ട് ഒന്നിച്ചെന്ന് വായിക്കണോ? നമുക്കൊരു സമയം തരാം. ഇബ്നു ഹിശാമിന്റെ സീറയില് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും. ഇബ്നു ഹിശാമിന്റെ സീറ എന്ന് മാത്രമല്ല 4 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഒരൊറ്റ കിതാബിലും ചുരുങ്ങിയത് ഒരു 500 കിതാബെങ്കിലും ആദ്യ 4 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഒന്നിന് പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഇനി എഴുതി ചേർത്ത് കാണിക്കാന്നല്ലാതെ ഉള്ളത് കാണിക്കാൻ കഴിയൂല. പിന്നെ ലൈലത്തുൽ ഖദർ ഞാൻ ചോദിച്ചു. അതിപ്പോ ഏതായാലും ആയത്തോ ഹദീസൊന്നും ഇപ്പൊ ഉണ്ടാവും. ഞങ്ങളെ ഇമാമികൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങളെ ഇമാമികൾ പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി, കുഴപ്പമില്ല. നിങ്ങളുടെ ഇമാം പറയാത്ത നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് കുഴപ്പമില്ല. നമ്മളെ ചോദ്യം ആയത്തുണ്ടോ ഹദീസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഇല്ല എന്ന് പറയില്ല, കുഴപ്പമില്ല. നമ്മൾ അതിന് മനസ്സിലാക്കിക്കോളാം.
നിങ്ങളെ സംസാരത്തിന് മനസ്സിലായിക്കോളം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നീ എടുങ്ങാറാക്കണില്ല. അപ്പൊ കൊട്ടക്കണക്കിനുണ്ട്, കൊട്ട കുറെ ഉണ്ടാവും, പക്ഷെ സാധനം ഇല്ല എന്നൊരു കാലിക്കൊട്ടയാണ്. അവിടെ കാര്യമില്ല. അത് പണ്ട് നമ്മളെ പത്തപ്പയും സക്കാപ്പിയൊക്കെ പണ്ട് കൊട്ടയും കൊണ്ട് നടന്നിരുന്നു. അതുകൊണ്ടൊന്നും ആ കൊട്ടല്ല നമുക്ക് ആവശ്യം, ഇവിടെ തെളിവാണ് ആവശ്യം. അപ്പൊ ഇനിയിപ്പോ എന്താ ഇതിൽ അത് പെടൂലെന്നാണോന്നാ അത് ചോദിക്കുന്ന സമയത്ത് ചോദിച്ചോളി, അപ്പൊ കൃത്യമായി തെളിയിച്ചാൽ എന്തുകൊണ്ട് പെടൂല എന്നുള്ളത്. അതൊക്കെ ഇവിടെ തെളിവുണ്ട് മുസ്ലിയാരെ, ആ വക ബേജാറൊന്നും വേണ്ട. അപ്പൊ ഏതായിരുന്നാലും 3 ചോദ്യവും ഒരു ഉപചോദ്യവും. പറ്റുമെങ്കിൽ നിങ്ങൾ പറയും, ഇടങ്ങാറാക്കില്ല. പറ്റുമെങ്കിൽ പറയും, ഏതെങ്കിലും തഫ്സീർ ഒറ്റൊന്നും മതി, ഒരു തഫ്സീർ 4 നൂറ്റാണ്ട് ജീവിച്ച ഏതെങ്കിലും ഒരു ഇമാമ് എഴുതിയ ഏതെങ്കിലും ഒരു കിതാബില് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം അത്ര മതി. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോടി, പിന്നെ ചോദിക്കൂല, ഇടങ്ങാറാക്കൂല. അതേപോലെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ? നിങ്ങൾ ഇമാമ് പറഞ്ഞു മദീന ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി, പക്ഷേ ആയത്തും ഹദീസും ഉണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് തെളിവാകാറുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. അതേപോലെ ഉപചോദ്യം അതും വ്യക്തമായിട്ടില്ല. ഇനി അതിലേക്ക് 4ാമത്തെ ചോദ്യം, നിങ്ങൾ നല്ല ബിദഅത്തും ചീത്ത ബിദഅത്തും പറഞ്ഞു, നല്ല ബിദഅത്തും ചീത്ത ബിദഅത്തും പറഞ്ഞു. ഇതൊക്കെ നല്ല ബിദഅത്താണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയപ്പെട്ട നബിദിനാഘോഷവും അതിന്റെ ഭാഗമായി ചെയ്യുന്ന ഒക്കെ നല്ല ബിദഅത്താണ്. അത് ഇതൊക്കെ എല്ലാം നല്ല ബിദഅത്താണ് എന്നാലും നിങ്ങളെ വാദം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു ചീത്ത ബിദഅത്ത് എന്ന് പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഒരു ചീത്ത ബിദഅത്ത് എന്തു മാനദണ്ഡ പ്രകാരം ഒരു ഉദാഹരണം പറഞ്ഞാൽ പോരാ. ആ ഉദാഹരണം ഏതു മാനദണ്ഡ പ്രകാരമാണ് ചീത്ത ബിദഅത്താകുന്നത്, അതേ മാനദണ്ഡം വെച്ച് നബിദിനാഘോഷം ചീത്ത ബിദഅത്തങ്ങൾ തെളിയിച്ചാൽ അതിനാണത്. അല്ലാതെ ഒരു ആയത്തോത് നിങ്ങളെ അർത്ഥം വെക്കുക, അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് പുതിയ നിസ്കാരം ഉണ്ടാക്കുക, പുതിയ നോമ്പുണ്ടാക്കുക, പുതിയ പല വിഭാഗത്തുണ്ടാക്കുക. എന്താ കാരണം? ഖുർആൻ നിസ്കാരത്തിന്റെ മഹത്വം ഉണ്ടല്ലോ, ഖുർആൻ നോമ്പിന്റെ മഹത്വം ഉണ്ടല്ലോ എന്ന ആയത്തോട്ട് അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെയാണ് പലയിടത്തും പലതുമായി വരുന്നത്. അപ്പൊ ആ വക തട്ടിപ്പ് ഇസ്ലാമിന്റെ പേരിൽ പറ്റൂല. അതുകൊണ്ട് ചീത്ത ബിദ്അത്തിന് ഒരു ഉദാഹരണം, അത് ചീത്ത ബിദ്അത്താവാനുള്ള മാനദണ്ഡം എന്താണ് എന്ന് കൂടി അതിന്റെ കൂടെ വ്യക്തമാക്കണം. അല്ലാതെ കുറെ ആഘോഷവും ഒച്ചപ്പാടും ഇതൊക്കെ ദിശാനെ കൊടുക്കാൻ പറ്റുന്നല്ലാതെ വേറെ പറ്റൂല എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ശരി, മാണിക്കല്ലാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. 4 ചോദ്യം ഒരു ഉപചോദ്യമുണ്ട്, അതെല്ലാം വ്യക്തമായി നിങ്ങൾ പറയേണ്ടതുണ്ട്. 5 മിനിറ്റ് പോരെങ്കിൽ 2 മിനിറ്റിന്റെ വക എക്സ്ട്രാ തരാം, എന്നാലും വേണ്ടില്ല, മറുപടി നിങ്ങൾ പറയണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സമയം കഴിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് കൂടി സാന്ദർഭികമായി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോഴേ അള്ളാഹ് ഹിദായത്ത് തരുള്ളൂ. അല്ലാതെ ഹിദായത്ത് തെറ്റെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഹിദായത്ത് ആവൂല. ആ ഹിദായത്തുള്ള വഴി കൂടി മാർഗം കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ 4 ചോദ്യം, അതിലെ 1ാമത്തെ ഉപചോദ്യവും, അത് 4ഉം ഈ ഉപചോദ്യവും വ്യക്തമാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഏതായിരുന്നാലും ആയത്തും ഹദീസുമാണ് മുഅ്മിനീങ്ങൾക്ക് തെളിവ് എന്ന് പറഞ്ഞു. ആദ്യം ഫൽ യഫ്റഹു എന്നുള്ളത് ആയത്താണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഒന്ന് അടുത്തുള്ള ആളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്തുകയാണ്. അത് വളരെ കൃത്യമാണ്. ആയത്ത് നമ്മൾ ഓതിയിട്ടുണ്ട്. ആയത്ത് മുഅ്മിനീങ്ങൾക്ക് തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വീകരിച്ചോളി എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പൊ പുതിയൊരു ചോദ്യം വന്നിട്ടുള്ളത് എന്താണ്? ചീത്ത ബിദ്അത്ത്, അതിന്റെ മാനദണ്ഡം എന്താണ്? എപ്പോഴാണ് ഈ ചീത്ത ബിദ്അത്ത്? അതിനൊരു ഉദാഹരണം വേണം. ആ ഉദാഹരണത്തിന്റെ മാനദണ്ഡം എന്നാ കേട്ടോ. ചീത്ത ബിദ്അത്ത്, ഒന്ന് ഖുതുബ പരിഭാഷ ചീത്ത ബിദ്അത്താണ്. എന്താണ് അതിന്റെ മാനദണ്ഡം? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന എന്ന ആയത്താണ് അതിന്റെ മാനദണ്ഡം. രണ്ടാമതെടുത്തോ ഹിലാൽ കമ്മിറ്റി ചീത്ത ബിദ്അത്താണ്. എന്താ കാരണം? വഅമ്മൽ മുഅ്തമദു അലൽ ഹിസാബി ഹുവ ളാല്ലും ഫി ശരീഅത്തി മുബ്തദിഉൻ ഫിദ്ദീനി എന്നാണ് വളരെ കൃത്യമായി രേഖകളിൽ പറയുന്നത്. അതുകൊണ്ടാണ് ചീത്ത ബിദ്അത്തിന്റെ മാനദണ്ഡം ചോദിച്ചാൽ മാനദണ്ഡം പറയുന്നു ചീത്ത ബിദ്അത്ത് എന്നുള്ളത്. പിന്നെ എപ്പോഴാണാവുക? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഫലൈസ കുല്ലു ബിദ്അത്തിൻ മൻഹിയുൻ അൻഹ, എല്ലാ ബിദ്അത്തും വിരോധിക്കപ്പെട്ടതല്ല. ബലിൽ ബിദ്അത്തു, എപ്പോഴാണ് മൻഹിയുൻ അൻഹുവായ വിരോധിക്കപ്പെട്ടതായ ബിദ്അത്താവുക? അത് ശരീഅത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സുന്നത്ത് ഇല്ലായ്മ ചെയ്യുമ്പോഴാണ്. അതല്ലെങ്കിലോ ശരീഅത്തിൽ സ്ഥിരപ്പെടാത്ത ഒരു മുൻകറത്ത് കയറ്റിക്കൊണ്ടുവരുമ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ ഞങ്ങൾ മദ്ഹ് പറയുന്നത് ഏതെങ്കിലും ഒരാൾ മൗലിദ് ഓതിയത് കൊണ്ട്, മദ്ഹ് പറഞ്ഞത് കൊണ്ട്, നബി തങ്ങളെ പ്രകീർത്തിച്ചത് കൊണ്ട്, ഞാൻ ചോദിക്കട്ടെ ഏത് സുന്നത്താണ് ഇവിടെ നിന്ന് ഒഴിവായത്? ഇൻഷാ അല്ലാഹ് ഇപ്പൊ ചോദ്യത്തിന്റെ അവസരമായ അത് അല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, ചില മറുപടിക്ക് ചോദ്യത്തിലൂടെ മറുപടി ഉണ്ടാകും. അയ്യൂസനായി സഹീൽ ബുഖാരിയിലുണ്ട്, അത് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്താണ്. ചില മറുപടി അങ്ങനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് മനസമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ ചിരിക്കണീന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇളിയായി പരിണമിക്കും
ചോദിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ CD-യും വീഡിയോ ഒക്കെ ഉണ്ട് എന്ന് സാന്ദർഭികമായി പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ ഏതായിരുന്നാലും ഉസ്താദും ശിഷ്യന്മാരൊക്കെ ഒക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം മൗലവി. അതാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ബിദ്അത്തിന്റെ ചീത്ത ബിദ്അത്തിന്റെ മാനദണ്ഡം ചോദിച്ചു, ഞാൻ പറഞ്ഞു. അതിന്റെ മാനദണ്ഡം മാത്രമല്ല അത് എപ്പോഴാണ് ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു. മാത്രമല്ല ആ ചീത്ത ബിദ്അത്തിന് ഉദാഹരണം ചോദിച്ചു. ഇനി അതിനില്ല എന്ന് പറയരുത്. ഇനി പിന്നെ ആയത്ത് ഓതാൻ പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് ദൈവമാണ്. ആയത്തും നമ്മൾ ഓതി അത് എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിച്ചു. വിഷയങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇത് ആളുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ മഅദ് ഫضൽ കൊണ്ട് നിങ്ങൾ എനിക്ക് 2 മിനിറ്റ് തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനതൊന്നുമില്ല, അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് 5 മിനിറ്റ് പറയേണ്ട ആൾക്ക് നിങ്ങൾക്ക് 4 മിനിറ്റ് പറഞ്ഞ് തേയാൻ കഴിയണില്ലെങ്കിൽ നിങ്ങൾ എന്ത് നിർത്തിക്കോളിയും. പക്ഷെ നിങ്ങളെ മഅദ് ഫضൽ കൊണ്ടാന്നുള്ള വിഷയമൊന്നും നിങ്ങൾ എന്താക്കണ്ട, അത് പറഞ്ഞുകൊണ്ട് ആളുകളെ വെറുതെ പൊട്ടീസാക്കണ്ട എന്നാണ് പ്രിയപ്പെട്ട ഫൈസൽ മൗലവിയോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ആ ദിവസത്തെ ഈദാക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ മേൽ കടമയാണ്. അതാണ് KM മൗലവി ചോദിച്ചത്. റബീഉൽ അവ്വൽ മാസം ആഗതമാകുമ്പോൾ ഒരു മുഅ്മിനിനെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? മൗലവി തൗഹീദിന്റെ വിളക്കുമാടം എന്ന് പറഞ്ഞ് അൽ മുർഷിദിനെ പരിചയപ്പെടുത്തി. നിങ്ങൾ അത് മറന്നുപോയോ? അൻസാരി മറന്നുപോയോ? അൽ ഇത്തിഹാദ് മറന്നുപോയോ? അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറന്നുപോയോ? 32 കൊല്ലക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടേണ്ട അനിവാര്യത ഇവിടെ സമുദായത്തെ ബോധ്യപ്പെടുത്തി നിർത്തിക്കളയുമ്പോൾ ഇതുപോലെയുള്ള സംവാദം നടക്കേണ്ടിയിരുന്നത് KM മൗലവിന്റെ ഖബറും പുറത്താണ്, MCCയുടെ ഖബറും പുറത്താണ്. എന്തേ 32 കൊല്ലം കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടണം എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ 12-ന് റേഡിയോ പ്രഭാഷണം നടത്തിയിട്ട് അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നടത്തിയിട്ട് അൽ മുർഷിദിന്റെ ഒരു ലേഖനം മാത്രം കുറച്ച് മാത്രം മറുപടി പറഞ്ഞ് എല്ലാ അൽ മുർഷിദും ഉണ്ട്. ഇത് നിങ്ങളെ റഫറൻസിന് വേണ്ടി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പറഞ്ഞത് എന്താണ്? എല്ലാവരും റഫറൻസിന് വേണ്ടി എടുത്തു വെക്കണേ. ഞങ്ങൾ റഫറൻസിന് വേണ്ടി എടുത്തു വെച്ചു. ഇതിൽ മൗലിദ് തെളിവാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ മാസം എത്തുമ്പോൾ ഒരു മുഅ്മിനിന് സന്തോഷിക്കാൻ കഴിയില്ല. ലോകം മുഴുവനും ആഘോഷിക്കണേ, റഫറൻസിന് വേണ്ടി എടുത്തു വെക്കണേ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ അൽ മുർഷിദിന്റെ പഴയ താളുകൾ ഉണങ്ങുന്നതിന്റെ മുമ്പ് മൗലവി മോശമായി പോയി. KM മൗലവിയോട് ചെയ്ത ധിക്കാരം, അതുപോലെ MCCയോട് ചെയ്ത ധിക്കാരം, അതുപോലെ പരീക്കുട്ടി മൗലവിയോട് ചെയ്ത ധിക്കാരം. ഇവരെ കേരളത്തിൽ ആദ്യത്തെ മദ്രസ ഉദ്ഘാടനം ചെയ്ത് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ആഘോഷം നടത്തിയിട്ടാണെന്നാണ് തലശ്ശേരി വെച്ചാൽ മദ്രസത്തുൽ ഇത്തിഹാദിയ പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട മൗലവി. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ പഴയ കാലത്ത് നിങ്ങളൊക്കെ മൗലിദ് ആഘോഷം നടത്തിയിട്ട് എക്കാലം ഞങ്ങൾ പറഞ്ഞതെന്ന് വാദത്തിൽ പച്ചക്കളവ് എഴുതി തന്നില്ലേ? പച്ചക്കളവ് പോലും പട എക്കാലവും വാദിച്ചു. ഏത് കാലത്ത് 30 കൊല്ലത്തോളം മൗലിദ് ഓതുക പിന്നെ നടത്തൂല. ഈ എക്കാലം നല്ലതിന്റെ മാന എന്താ? ഇത് അറബിയല്ലല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് കൃത്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് ചോദിച്ചോളി മുസ്ലിം. അപ്പൊ പറഞ്ഞുതരാം, നിങ്ങൾ ഏത് കാലം പറഞ്ഞാലും മുമ്പത്ത് വായിച്ചാലാ നിങ്ങൾക്ക് വായിക്കാൻ അൽമുർഷിദാണല്ലോ. ആ അൽമുർഷിദിന് 125-ാമത്തെ പേജിന് ബാക്കി നമ്മളോട് വായിച്ചു തരും. അപ്പൊ പൊളിയ എക്കാലും എല്ലാ കാലവും പൊളി. അപ്പൊ ഇത് നിങ്ങൾ വിചാരിച്ചപ്പോ എവിടെയും സനദില്ലാത്ത കൊണ്ടൊന്നുമല്ല, ഇത് കൃത്യമായ സനദുള്ളതാ. അങ്ങനെ ഒരുത്തനെ ഫോൺ വിളിച്ച് കൊടുക്കാൻ പറ്റിയ ഏർപ്പാടല്ല മുസ്ലിയാരാ ഇത്. ഏതായാലും ആ പണി ജിഷാനോട് വേണ്ടി ചെയ്യുന്നു എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഇപ്പൊ ഇബ്നു ഹിഷാമിനെ സീറ മുപ്പര് വിട്ടു, അത് പറഞ്ഞു പെട്ടതാ. ഇബ്നു ഹിഷാമിന്റെ സീറിലുണ്ടെന്ന് വായിച്ചു. ഇപ്പൊ ഇബ്നു ഹിഷാമും ഇല്ല, സീറില്ല, മൂപ്പര സീറന് എന്താവുക എന്നുള്ളത് കണ്ടറിയണം. കുറച്ചു കാലം വയലിന് സ്റ്റേജ് ഇട്ടാത്തോണ്ട് ഇപ്പൊ കിട്ടിയ ചാൻസ് വയലിന് മുതലാക്കാൻ മൂപ്പര്. അപ്പഴേ അവിടെ നോട്ടോണ്ട് കാര്യമില്ല. അത് പണി ഞങ്ങളെ ചെലവ് പണി വേറെ വയൽ വെച്ചുതരാം. അത് നടക്കൂല. കാരണം എന്താ, 2 മിനിറ്റ് തരാൻ പേടിച്ചു. നേരത്തെ തന്നെ 4 മിനിറ്റ് നിർത്തി. 2 മിനിറ്റ് എന്റെ വക തരാനപ്പോ നമുക്ക് ബേജാറപ്പം ഞാൻ അതും കൂടി വേണ്ടി വരുമെന്നാ. ഇല്ല, ഇടങ്ങാറാക്കണില്ല. ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഇബ്നു ഹിഷാമിന്റെ സീറയിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമില്ല. നിങ്ങളാണ് വായിച്ച ഇബ്നു ഹിഷാമിന്റെ സീറ. ഞാൻ പറഞ്ഞു ഇല്ല, കളവാണ് പറഞ്ഞത്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇബ്നു ഹിഷാമിന്റെ സീറയിൽ ഇല്ല. അതിൽ മാത്രമല്ല, ആദ്യ 4 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരൊറ്റ കിതാബിലുമില്ല. എന്തെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞൂടെ? ഈ കേൾക്കുന്ന മനുഷ്യന്മാരെങ്കിലും പിന്നെ ചോദിക്കുക, ഉസ്താദ് ഇല്ല എന്തേ പ്രശ്നം എന്ന് ചോദിക്കൂലേ? ഏതെങ്കിലും ഒന്ന് പറ. ഒന്നിന് പോലുമില്ല. ആയത്തിനോ തഫ്സീറില്ല. ആയത്ത് തെളിവ് മതി. എപ്പോ ശരിയായ വ്യാഖ്യാനം പറഞ്ഞു, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഏത് തഫ്സീറിലുള്ളത്. അതിനും ഉത്തരമില്ല. അപ്പൊ ഏതായിരുന്നാലും 4 ചോദ്യം ഉപചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇനിയിപ്പോ എന്താ, ചീത്ത ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ മാനദണ്ഡം വെച്ച് അത് ചീത്ത ബിദ്അത്താകാൻ എന്താണോ മാനദണ്ഡം, അതേ മാനദണ്ഡമാണ് ഇതിനുള്ളത്. നിങ്ങളെ വാദപ്രകാരം എന്താണ്? മുഅ്മിനീങ്ങളുടെ വഴി അല്ലാത്ത വഴി, അതാണ് നബിദിനാഘോഷം.
അതാണ് നബിദിനാഘോഷം. മുഅ്മിനീങ്ങളുടെ വഴിയാണ് ഖുത്ബ, മുഅ്മിനീങ്ങളുടെ വഴിയാണ് ഖുത്ബ. ഏതുകൊണ്ട്? എന്തുകൊണ്ട്? കാന യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി തങ്ങളുടെ ഖുത്ബ, സ്വഹാബത്തിന്റെ ഖുത്ബ, യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതും, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അത് മുഅ്മിനീങ്ങളുടെ വഴി. നബിദിനാഘോഷമോ വൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി അല്ല. ആ മുഅ്മിനീങ്ങളുടെ വഴി ആണോ തെളിയിക്കാൻ ഞങ്ങൾ ചോദിച്ചത്? 4 നൂറ്റാണ്ടിൽ ഏതെങ്കിലും കിതാബിലുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയുമല്ലോ. അതില്ല. ഇബ്നു ഹിശാമിന്റെ സീറി ഉണ്ടെന്ന് പറഞ്ഞു, അതില്ലതാനും. അപ്പൊ പിന്നെ വ്യക്തമായി അത് മുഅ്മിനീങ്ങളുടെ വഴിയല്ല. അത് തെളിയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഉദാഹരണം ചോദിച്ചത്. ഏതായിരുന്നാലും 5ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം എന്റെ വകയല്ല, ഈ ചോദ്യം എന്റെ വകയല്ല. ഇത് തൊട്ടടുത്ത പ്രദേശമായ ഒരു നാടുണ്ട്, പരിചയം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ, വല്ലപ്പുഴ എന്ന് പറയും. നിങ്ങൾ പണ്ട്